കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ GKയുടെ ഗൈഡ്, ജനറൽ നോളേജിൻ്റെ ഗൈഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. കുറേ ദിവസങ്ങളിൽ ഇരുന്നുള്ള ഒരു വർക്കായിരുന്നു. മൊത്തം 369 പേജസാണ് ഗൈഡിലുള്ളത്. അപ്പോൾ ഗൈഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഗൈഡ് ഓർഡർ ചെയ്യാം. ഇനി എന്തുകൊണ്ട് ഈ 369 പേജുള്ള ഒരു സെപ്പറേറ്റ് ഗൈഡ് ഇറക്കി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു 2023 LLB എൻട്രൻസ് എക്സാം, കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിൽ റിഫോർമേഷൻ ആൻഡ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധവും റിഫോർമേഷനും റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചതായി കാണാം. അത് വേൾഡ് ഹിസ്റ്ററിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ബുദ്ധിസം റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് ഏൻഷ്യൻ്റ് ഇന്ത്യയിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അക്ബർ ചക്രവർത്തി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് മിഡീവൽ ഇന്ത്യ വരുന്നു. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് മോഡേൺ ഇന്ത്യ വരുന്നു. പിന്നെ ബാറ്റിൽ ഓഫ് കൊളച്ചൽ ചോദിച്ചിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് കൊളച്ചൽ അത് കേരള ഹിസ്റ്ററിയിലാണ് വരുന്നത്. അപ്പോൾ ഹിസ്റ്ററി റിലേറ്റ് ചെയ്ത് തന്നെ ഇത്രത്തോളം ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗൈഡിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഗൈഡിൽ വേൾഡ് ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ റിനൈസൻസ് ഓഫ് കേരള, പിന്നെ കേരള പൊളിറ്റിക്സ്, ഇത്രത്തോളം ടോപ്പിക്സ് ഞാൻ ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർനോവ എക്സ്പ്ലോഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അത് ആസ്ട്രോണമി റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഡെഡ് സി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് വേൾഡ് ജോഗ്രഫിയിൽ വരുന്നതാണ്. റോഹ്താങ് പാസ് അത് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നു. അതേപോലെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഏതിൽ വരുന്നതാണ്? കേരള ജോഗ്രഫിയിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ്, അതായത് ആസ്ട്രോണമി, വേൾഡ് ജോഗ്രഫി, ജോഗ്രഫി ഓഫ് ഇന്ത്യ, കേരള ജോഗ്രഫി എന്ന് പറഞ്ഞ് ടോപ്പിക്സ് ഞാൻ ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചോദിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ എക്കണോമിയിൽ വരുന്നതാണ്, ഇന്ത്യൻ എക്കണോമി. അപ്പോൾ ഞാൻ ഇന്ത്യൻ എക്കണോമി ഇൻക്ലൂഡ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫോഴ്സ് ചോദിച്ചിട്ടുണ്ട്. അത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ഫിസിക്സിൽ വരും. അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് അത് കെമിസ്ട്രിയിൽ വരും. മാമൽ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് ബയോളജിയിൽ വരും. അഡിക്റ്റീവ് മാനുഫാക്ചറിങ് അത് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഈ ടോപ്പിക്സ്, അതായത് ഇന്ത്യൻ എക്കണോമി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, ഇത്രയും ടോപ്പിക്സും ഞാൻ എന്ത് ചെയ്തു? ഗൈഡിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, കുറേ ക്വസ്റ്റ്യൻസ്, ഇന്ത്യൻ എക്കണോമി കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ GKക്ക് ഈ അടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുന്നതായിട്ട് കാണുന്നു. പണ്ടൊക്കെ ഞാൻ ജി കെ പഠിച്ചിരുന്നത്, LLB എൻട്രൻസ് എക്സാമിന് GK പഠിച്ചിരുന്നത് PSC ഗൈഡ് വെച്ചിട്ടാണ്, PSC എക്സാമുകളുടെ ഗൈഡ് വാങ്ങിയിട്ടാണ്. പക്ഷെ ഇപ്പം ഞാൻ മാർക്കറ്റിൽ നോക്കിയപ്പം ഇംഗ്ലീഷിൽ PSC ഗൈഡ് അവൈലബിൾ അല്ല. പിന്നെ മെജോറിറ്റി സ്റ്റുഡൻസ് മലയാളത്തിലാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഗൈഡ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കേരള ലോ എൻട്രൻസ് എക്സാം സ്പെഷ്യലൈസ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത്, ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതിൽ കണ്ടന്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആണ് ഗൈഡ് ഇറക്കിയിരിക്കുന്നത്. ഞാൻ ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗൈഡും സെപ്പറേറ്റ് ആയിട്ട് ലീഗൽ സ്റ്റഡീസിൻ്റെ ഗൈഡും ഇറക്കിയിട്ടുണ്ട്. വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡ് ഓർഡർ ചെയ്യാം.